ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. കാണാമറയത്തുനിന്നുള്ള സീരിയലിൻ്റെ അടുത്ത എപ്പിസോഡുകളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ സീരിയലിൻ്റെ മുൻപ് ഞാനിട്ട എപ്പിസോഡ്സ് കാണാത്തവർ അതൊന്ന് കാണുക, എന്നിട്ട് മാത്രം ഈ വീഡിയോ കാണുക. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സോനയും വീണയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു നേഴ്സ് വന്നിട്ട് അവരോട് രോഹിത്തിന് ബോധം തെളിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും അവിടെ വന്ന് നിൽക്കുന്നുണ്ടാകും. സോനയെ കണ്ട് രോഹിത്ത് അവളെ അടുത്തേക്ക് വിളിച്ചിട്ട് അവളുടെ കൈ പിടിച്ച് നീ എങ്ങോട്ടും പോകല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് അവിടെ നിൽക്കുന്ന രോഹിത്തിൻ്റെ വീട്ടുകാരെല്ലാം അത്ഭുതത്തോടെ നോക്കാണ്. അങ്ങനെ സോന അവൻ്റെ വീട്ടുകാരവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ കൈ വെടിവെച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം രോഹിത്തിന് ബോധം വരുമ്പോൾ അവൻ്റെ അടുത്ത് വീട്ടുകാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ വന്ന ഡോക്ടറിനോട് അവൻ സംസാരിക്കുമ്പോൾ ഡോക്ടർ അവനെ മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. അവനപ്പോൾ ഇവിടെ എന്താ നടക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ വീണ എല്ലാവരോടും രോഹിത്ത് റൈമയെ കാണാനാണ് പൂനെയിലേക്ക് പോയതെന്നും അവർ തമ്മിലുണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഡോക്ടർ അവിടേക്ക് വന്ന് അവരോട് നിങ്ങൾ പറഞ്ഞതുപോലെ രോഹിത് സാറിനെ ഞാൻ മൈൻഡ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്തിൻ്റെ മുത്തശ്ശിയാവും എല്ലാവരോടും രോഹിത്തിനോട് ഇപ്പോൾ സംസാരിക്കരുത്, അവനെ മൈൻഡ് ചെയ്യരുത്, ആരോടും പറയാതെ അവൻ പോയി ഈ അവസ്ഥ ആയതിന് അവനുള്ള ശിക്ഷ ഇത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അവർക്കെല്ലാം രോഹിത്തിനോടുള്ള ദേഷ്യം കണ്ടിട്ട് സോന ഇവരെ പറഞ്ഞിട്ടും കാര്യമല്ല, രോഹിത്ത് ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അവൾ രോഹിത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അവനോട് ദേഷ്യപ്പെടാണ്. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ വലിയ ഡോക്ടറാണെന്ന്, എന്നിട്ട് പാതിരാത്രിക്ക് കള്ളും കുടിച്ചിട്ട് എൻ്റെ കാറിൻ്റെ മുന്നിലാണ് നിങ്ങൾ വന്ന് വീണത്. എനിക്ക് എന്ത് ടെൻഷനായി എന്നറിയോ? അതുപോട്ടെ നിങ്ങളുടെ അമ്മ എത്ര ടെൻഷൻ അടിച്ചു, നിങ്ങൾ റൈമയെ കാണാൻ പോയതാണെന്നൊക്കെ എനിക്കറിയാം. ഇതൊന്നും അല്ല പ്രണയം. അന്ന് സെപ്റ്റംബർ 26 നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ, എൻ്റെ ഹൃദയം തകർന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജീവിതത്തിൽ മൂവ് ഓൺ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, സന്തോഷിക്കാനാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ചീത്ത പറയാണ്. ഇത് കേട്ട് അവൻ ആദ്യം അവളോട് മിണ്ടാതെ അവിടെ നിന്ന് പോകാൻ പറയുന്നുണ്ടെങ്കിലും പിന്നെ അവളെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ റൈമയെ ഒരു വട്ടം കാണാനാണ് ആഗ്രഹിച്ചത്, അവളോടൊരു സോറി പറയാനാണ് ഞാൻ കൊതിച്ചത്, പക്ഷേ നടന്നില്ല എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് കരയാണ്. അങ്ങനെ അവൻ്റെ സങ്കടവും ദേഷ്യമൊക്കെ മാറിയതിന് ശേഷം അവളോട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് നന്ദിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നീ സെപ്റ്റംബർ 26 എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനിനിയും സമയമുണ്ടല്ലോ എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അവൻ അന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സോന അവനോട് നിങ്ങളിങ്ങനെ വിഷമിച്ച് നടക്കാതെ ഒരു വട്ടം കൂടെ പ്രണയത്തിന് അവസരം കൊടുത്തു നോക്കൂ, ഞാൻ ചെയ്യുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തുകയാണ്. അപ്പോൾ അവൾക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാവുന്നുണ്ട്. അവൾക്ക് ശരിക്കും രോഹിത്തിനെ ഇഷ്ടമാണെന്ന് ഈ സീനോടുകൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ രോഹിത്ത് നീ എന്താ പറഞ്ഞത്, നിനക്ക് പിന്നെയും ആരോടെങ്കിലും പ്രണയം തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കല്ല എൻ്റെ ഫ്രണ്ടിനാണ് എന്ന് അവൾ വിക്കി പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് എന്നാൽ ശരി ഒരു അവസരം കൂടെ ഞാൻ കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ കുറച്ച് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ രോഹിത്ത് ഡിസ്ചാർജ് ആയതിനു ശേഷം വീട്ടിൽ നിന്ന് ആരും ദേഷ്യമുള്ളതുകൊണ്ട് തന്നെ അവനെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ സോന വന്ന് അവനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് എല്ലാവരെയും എങ്ങനെ ഞാൻ മിണ്ടിക്കുമെന്ന് പറയുമ്പോൾ സോന നിങ്ങളായിട്ട് വരുത്തി വെച്ചതല്ലേ, അനുഭവിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചിരിച്ച് ബായ് പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ സോന അവൻ പോകുന്നത് നോക്കിയിട്ട് അവർ തമ്മിലുള്ള മൊമെൻറ്റ്സ് ആലോചിക്കുന്നുണ്ട്. അവനെ കണ്ണിമ വെട്ടാതെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് അജിത്ത് കാണുന്നുണ്ട്. അപ്പോൾ അവന് സംതിങ് ഫിഷി, ഇവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന് രോഹിത്ത് എല്ലാവരോടും സംസാരിക്കുമ്പോൾ എല്ലാവരും അവനെ മൈൻഡ് ചെയ്യാതെയാണ് നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ അവസാനം അവൻ്റെ മുത്തശ്ശി തന്നെ അവനോട് മിണ്ടുന്നുണ്ട്. ഒരു പെണ്ണിൻ്റെ ഫോട്ടോ കാണിച്ച് നീ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാവരും മുത്തശ്ശി പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് മുത്തശ്ശിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പൂനെയിലേക്ക് പോയത് റൈമയുടെ അമ്മയോട് എനിക്ക് വേറെ പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറയാനാണെന്ന് കള്ളം പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിയിട്ട് ഏതാ പെൺകുട്ടിയെന്ന് അവനോട് ചോദിക്കുമ്പോൾ അജിത്താണ് അതിന് മറുപടി പറയുന്നത്. എനിക്കറിയാം ആ പെൺകുട്ടിയുടെ പേര്, അത് സോനാക്ഷി എന്നാണ് എന്ന് അവൻ പറയുന്നത് കേട്ടിട്ട് രോഹിത്ത് എന്ത് ഇതൊക്കെ എപ്പോൾ എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് എല്ലാവരും ഞെട്ടാണ്. നിമ്മിയുടെ കയ്യിൽ നിന്ന് സ്പൂണെല്ലാം താഴെ വീഴുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് എന്തായാലും ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതെ ഐ ലവ് സോനാക്ഷി എന്ന് പറയാണ്. അപ്പോൾ നിഷി അതിനെ നന്നായിട്ട് എതിർക്കാണ്. ആ സീരിയൽ ആക്ട്രസ് ഈ വീട്ടിലേക്ക് കയറാനൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി നിഷിയെ ചീത്ത പറയുന്നുണ്ട്. അത് അവൻ്റെ ഇഷ്ടമാണ്, സോനയും രോഹിത്തും ഇഷ്ടമാണെങ്കിൽ അവർ കല്യാണം കഴിക്കണമെന്ന് മുത്തശ്ശി തന്നെ പറയുന്നുണ്ട്. വീണയും ബാക്കിയുള്ളവരെല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യാണ്.
പിന്നെ റൂമിലേക്ക് വന്ന് അജിത്തിനെ രോഹിത് പില്ലോ കൊണ്ടൊക്കെ അടിച്ചിട്ട് നിന്നോടാരാ സോനയുടെ പേര് വീട്ടുകാരുടെ മുന്നിൽ പറയാൻ പറഞ്ഞേ, അവൾ എൻ്റെ ഫ്രണ്ടാണെന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ അജിത്ത് ചേട്ടാ ഒരു ഐഡിയ ഉണ്ട്, വീട്ടുകാർ ഈ കല്യാണ ആലോചനകൾ കൊണ്ടുവരുന്നത് നിർത്താൻ വേണ്ടിയിട്ട് ഏട്ടൻ സോനയോട് ഏട്ടൻ്റെ കാമുകിയായിട്ട് അഭിനയിക്കാൻ പറയണമെന്ന് പറയുമ്പോൾ അതൊരു നല്ല ഐഡിയ ആണെന്ന് രോഹിത്തിന് തോന്നുകയാണ്. അപ്പോൾ അവൻ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, എൻ്റെ വീട്ടുകാരുടെ ഫീലിങ്സ് ഒക്കെ വെച്ചല്ലേ ഞാൻ കളിക്കുന്നത് എന്ന് പറയുമ്പോൾ അജിത്ത് ഏട്ടൻ ഇപ്പോൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്, ഏട്ടന് ഇപ്പോൾ കല്യാണം കഴിക്കാതെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറയാണ്. അപ്പോൾ അവൻ സോനയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇന്ന് നമുക്ക് 2 പേർക്കും കൂടിയിട്ട് ഒപ്പം ഡിന്നർ കഴിക്കാമെന്ന് പറയാണ്. അപ്പോൾ ഈ മെസ്സേജ് കണ്ടിട്ട് സോനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവരൊരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഡിന്നറിന് വേണ്ടി മീറ്റാക്കാണ്. അപ്പോൾ അവളെ കണ്ടയുടനെ അവൻ ഐ ലവ് യു സോന എന്ന് പറയുന്നത് കേട്ടിട്ട് അവൾ ഒരുപാട് സന്തോഷിക്കുകയാണ്. ലോട്ടറി അടിച്ച എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്, വായുവിലെ ഉയർന്നു പൊങ്ങുന്നത് പോലെയൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവൻ ഞാനിങ്ങനെയാണ് എൻ്റെ അമ്മയോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആ ഉയർന്നു പൊങ്ങിയ അവൾ നിലത്തേക്ക് വീഴുന്നതും ആലോചിക്കുന്നുണ്ട്. അവളുടെ മുഖം ആകെ പോവുകയാണ്. എന്നിട്ട് രോഹിത് അവളോട് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം, വീട്ടിലിപ്പോൾ എല്ലാവരും എന്നോട് കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്, എനിക്കാണെങ്കിൽ ഇപ്പോൾ അതിന് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ വീട്ടുകാരോട് നിന്നെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു, നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് നീ എൻ്റെ കാമുകിയായിട്ട് അവരുടെ മുന്നിൽ അഭിനയിക്കണമെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് സോനയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരാണ്. നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല, മറ്റുള്ളവരുടെ ഫീലിങ്സ് വെച്ചിട്ട് ഞാൻ കളിക്കില്ല, നിങ്ങളുടെ വീട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും, എനിക്ക് ക്യാമറയുടെ മുന്നിൽ മാത്രം ആക്ട് ചെയ്യാൻ പറ്റുമോ, എന്നെ വെറുതെ വിടുമോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.